ആൾക്കാർ മുട്ടേണി ഡോറിൽ. അപ്പോൾ പൈറസി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ ഒരു പാസ്വേഡ് വെക്കും. ഞങ്ങളുടെ കപ്പലിലെ പാസ്വേഡ് സണ്ണി ലിയോ എന്നായിരുന്നു. അതൊക്കെ അവർക്ക് പറയാൻ പറ്റുമല്ലോ, ഒരു യൂണീക്ക് ഒരു പാസ്വേഡ് ആണ്. സണ്ണി ലിയോ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ആൾക്കാരെ കത്ത് കിട്ടും. പ്ലസ് ടു കഴിഞ്ഞിട്ട് വലിയ പഠിപ്പിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണോ, നല്ല കരിയർ വേണോ, അല്ലെങ്കിൽ ലോകം മൊത്തം കാണണോ, പ്ലസ് ഏണിങ്, ഇതിനു വേണ്ടിയില്ലേ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേടി കോഴ്സ് ചെയ്താൽ മതി. BW എന്ന് പറഞ്ഞ LPG ടാങ്കറിലാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇല്ലേ, അവർക്ക് ഞങ്ങളാണ് LPG കൊടുക്കുന്നത്. അപ്പം ഈ 35,000 മെട്രിക് ടൺ ഇത് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചാൽ ഹിരോഷിമയിലിട്ട ഒരു ആറ്റം ബോംബില്ലേ, അവരെപ്പെട്ടേക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ LPG ടാങ്കിൽ വർക്ക് ചെയ്യണവർ പറയണമെന്ന് വെച്ചാൽ വി ആർ ലിവിങ് ഇൻ എ ആറ്റം ബോംബ്. മിക്ക കപ്പലുകളും വാടക എടുക്കണം. ഒരു ദിവസം $25,000 ഇതിന്റെ വാടക. അറൗണ്ട് 18 lakhs ആണ്. ഈ ബർമുഡ ഒന്നുമില്ല, എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര സംഭവം. യൂട്യൂബിലൊക്കെ വെറുതെ പിരിപ്പിച്ചിട്ടേക്ക് ഒരു മങ്ങാത്തൊലിയില്ല. ഞങ്ങൾ അതിൽ കൂടെ ഇടക്കിടക്കൊക്കെ പോലെയാണ്. ബഹാമാസ് എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്, പിന്നെ പനാമ, പിന്നെ വേറെ ഐലൻഡ് ഉണ്ട്. ഇത് 3 കൂടി കൂട്ടി മുട്ടിച്ചേക്കാണ് ഒരു ബർമുഡ ട്രയാങ്കിൾ. അത് കുടിച്ച് അവസാനം വെള്ളം തീരാറായി. അപ്പോൾ ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ബാക്കി എത്ര വെള്ളമുണ്ട്? കുറച്ച് കേസുള്ളൂ. എൻ്റെ റൂമിൽ ചോദിച്ചു, പ്യൂരിഫൈ ചെയ്ത വെള്ളമില്ലേ, മറ്റേ ബാത്റൂമിൽ വന്ന വെള്ളം, അത് കുടിച്ച് ജീവിച്ചു. എനിക്ക് എന്തോ $600 കിട്ടി, $38,000 എക്സ്ട്രാ ഇത് ക്രോസ് ചെയ്തേന്. റിസ്ക് കൊടുക്കണ്ടല്ലോ. ഇപ്പൊ ആൾക്കാർ പറയണ്ട് വന്നെ എന്താണ് ഇത്രയും പൈസ ഇടുന്നുണ്ട്, ഇത്ര പൈസക്ക് ഇതിനാണ് നമ്മുടെ ജീവനാണ് ഈ പൈസ ഇടുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ അതിഥിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കടലില്ലേ, കടൽ എന്നും നമുക്കൊരു അത്ഭുതം തന്നെയാണ്. നമുക്ക് കടലിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും നമുക്ക് അത്ഭുതം തന്നെ. നമുക്ക് പലതിനും നമുക്കൊരു ഉത്തരവില്ല. എന്താ അവിടെ നടക്കണമെന്ന് നമുക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ കടലെന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയാണ്. ഇപ്പോഴും നമുക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹം, ഈ പുറംകടലിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ ജീവിത ശൈലികൾ, കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇതൊക്കെ ചോദിച്ചറിയാൻ പറ്റിയ ഒരാൾ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. 11 വർഷക്കാലമായി കടലിൽ ശക്തമായ തിരമാലകളിൽ പോരാടി ഒരു ഷിപ്പിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സ്വന്തം വിഷ്ണു ബ്രോ, നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇപ്പോൾ കടലിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കരയിലെത്തിയിരിക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് ഇവിടെ കൂടെ ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം. കുറേ നാളായി നമ്മളിങ്ങനെ കാണണമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ബ്രോ ഇപ്പോൾ എത്ര നാളായി ശരിക്കും? 11 വർഷമായി. 2014 കയറിയതാണ്. അതിൽ ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം ചീഫ് ഷെഫ് ആരും ആവൂല, ചീഫ് കുക്ക് ആരും ആവൂല. ജനറൽ ഷെഫ് എന്ന പൊസിഷനിൽ നിന്ന് പ്രൊമോഷൻ എടുത്ത് ഇവിടെ വരുത്തി. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ പാസഞ്ചർഷിപ്പ് അങ്ങനെ നിൽക്കണം എന്ന് അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ചോയ്സാണ്. പക്ഷേ ഇപ്പോൾ പാസഞ്ചർഷിപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കോഴ്സ് വേണ്ട. എല്ലാവരും ഒരു കൺഫ്യൂഷനാണ്. പാസഞ്ചർഷിപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ കോഴ്സ് പഠിക്കണമെന്ന് വേണ്ട, ആവശ്യമില്ല. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി കോഴ്സ് മാത്രം മതി. അത് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും. ഓക്കെ. ബ്രോ ഏത് കോഴ്സ് എടുത്തപ്പോൾ? ഞാൻ മെറൈൻ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ DG ഷിപ്പ് അപ്രൂവ്ഡ് ആയ കൊച്ചിയിലെ യൂറോടെക് മെറിറ്റൈം അക്കാഡമി എന്ന ഒരു കോളേജിലാണ് പഠിച്ചത്. അത് പഠിക്കാനായിട്ട് +2 കൊമേഴ്സ് മതി. 6 മാസം ഒരു ഡിപ്ലോമ കോഴ്സാണത്. ഓക്കെ. അങ്ങനെ എല്ലാവർക്കും സാധ്യതയുണ്ട്. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ട് വലിയ പഠിപ്പിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണോ, നല്ല കരിയർ വേണോ, അല്ലെങ്കിൽ ലോകം മൊത്തം കാണണോ, പ്ലസ് ഏണിങ്, ഇതിനു വേണ്ടിയില്ലേ +2 കഴിഞ്ഞിട്ട് നേടി കോഴ്സ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞ കേട്ടിട്ട് ജോലി കയറിയിട്ട് അല്ല പഠിക്കാൻ കയറിയിട്ട് വിട്ടിട്ട് ഡെഡിക്കേഷൻ വേണം. അല്ലെങ്കിൽ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് അറിയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാവരും അതിൽ പഠിക്കുള്ളൂ. പക്ഷെ എല്ലാവരും അവിടെ എത്തണില്ലല്ലോ. ഇല്ല, ഡെഡിക്കേഷൻ ആൻഡ് എഫേർട്ട് വേണം. ഇതിൽ കുറെ പേര് പേടിച്ചിട്ട് പലരും ഈ കോഴ്സ് എടുക്കാത്തതുണ്ട്. കാരണം കടലിനെ പേടിക്കണം. എന്താണ് ബ്രോ പറയാൻ കാരണം? ഒരുപാട് ഇൻസിഡന്റ്. സിമ്പിളായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്.
ഇവിടെ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ ഹോസ്പിറ്റലിൽ ഇല്ല. നടുക്കടലിൽ എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ചണ്ട. ഓക്കെ. ആ അതിനുവേണ്ടി ഞങ്ങൾക്കുള്ളത് ആകെ ഒരു ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു ഓക്സിജൻ മാസ്ക് ഉണ്ട്, കുറച്ച് ആന്റിബയോട്ടിക് ഉണ്ട്, പാരസിറ്റമോൾ ഉണ്ട്, തീർന്ന്. അല്ലാണ്ടൊന്നുമില്ല. പെട്ടെന്നൊരു എമർജൻസി വന്ന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല. അത് എമർജൻസിയുടെ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ഫ്രാക്ചറായി, ഓക്കെ, ക്യാപ്റ്റനും ചീഫ് ഓഫീസറും സെക്കൻഡ് ഓഫീസറാണ് മെഡിക്കൽ പരമായി പഠിച്ചിട്ട് വന്നേക്കണത്. പഠിക്കുന്ന വെച്ചാൽ 3 മാസം കോഴ്സറുണ്ട്, MBBS ഒന്നല്ല, അത് പഠിച്ചിട്ട് വന്നേക്കണത്. അപ്പൊ ഇവർക്ക് ചെറിയൊരു ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ ഇടാ പ്ലാസ്റ്റർ ഇടാൻ പറ്റും. പക്ഷേ ബ്ലീഡിങ് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? മരിച്ചു. എന്റെ പൊന്നെ. അതാണ് ഒരു എമർജൻസി. അപ്പൊ ഈ ശരിയല്ലേ, ഈ ഹെലികോപ്റ്റർ വരാനായിട്ട് എത്ര നേരം എടുക്കും? ഇപ്പൊ നമ്മ പസഫിക് ഓഷ്യനിലാന്ന് വെച്ചോ, നടുക്കടലിൽ ഒരു ഹെലികോപ്റ്റർ ഏറ്റെടുത്ത പസഫിക് ഓഷ്യൻ്റെ എവിടെയാണ് നമ്മുടെ പൊസിഷൻ കപ്പലിൻ്റെ എന്നുള്ളത് ഏറ്റെടുത്തൊരു രാജ്യത്ത് നിന്ന് അത് വന്നോന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ആയിരിക്കും. എന്നാലോചിക്കേ. അപ്പം റിസ്ക്കാ. ഒരു എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരു ബ്ലീഡിങ്? 1 മണിക്കൂറാ, 2 മണിക്കൂറാ ഹോൾഡ് ചെയ്താലും അത് ആ ഹെലികോപ്റ്റർ റെസ്ക്യൂവിന് വന്നോന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും വളരെ തീരുമാനമായിട്ടുണ്ടാവും. പിന്നെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുറച്ചറിയൊന്നുമില്ല, എന്ത് ചെയ്യും? ഞങ്ങൾ മീറ്റൊക്കെ ഫ്രീസ് ചെയ്യുന്ന ഒരു റൂമുണ്ട്, നമ്മുടെ ഫ്രിഡ്ജ് പോലത്തെ വലിയ റൂം, ഈ സ്റ്റുഡിയോന്റെ പകുതി ഉണ്ടാവുന്നില്ല, അതിൽ കയറ്റി വെക്കും. മരിച്ചു കഴിഞ്ഞാൽ അതിൽ കയറ്റി വെച്ചിട്ട് അടുത്ത രാജ്യം ഏതാണ് അല്ലെങ്കിൽ നിയറസ്റ്റ് സ്പോട്ട് ഏതാണ് അവിടെ ബോഡി കൈമാറും. അതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ കപ്പലിൽ സംഭവിച്ചിട്ടുള്ള ഭയത്തിന്, പക്ഷെ ഇഷ്ടംമാരെ കപ്പലിൽ സംഭവിച്ചിട്ടുണ്ട്. സ്ട്രോക്ക് ഒക്കെ ഒന്ന് പെട്ടെന്ന് മരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് ആയാലും വേറെ വഴിയില്ല. ബോഡി പ്രിസർവ് ചെയ്യണം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ ഫ്രീസറിൽ കയറ്റി വെക്കും. അത് -19 ഡിഗ്രിയാണ്. അപ്പോൾ ബോഡി പ്രിസർവ് ആവും. അത് ശരിക്കും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വെക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ചെറിയ ഫ്രിഡ്ജ് ഉണ്ടാവും ചിലപ്പോൾ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് അവിടെയും വരെ എത്താനുള്ള ആ ഒരു ഫുഡ് മാത്രം എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് ബാക്കി ഭക്ഷണ സാധനം എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ബോഡി വെച്ചിട്ട് അടുത്ത പോർട്ടിൽ ബോഡി ഇറക്കും. അത് തന്നെയാണ് ഇപ്പം നേവിക്കാർ. ഇപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യണമായാലും എന്തായാലും ഞങ്ങളുടെ ഓൾമോസ്റ്റ് സെയിം ആണ്. അവിടെ പിന്നെയും കുഴപ്പമില്ല, മെഡിക്കൽ ടീം ഉണ്ടാവും, റെസ്ക്യൂ ടീം വരും പെട്ടെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഫെസിലിറ്റി അത്രയും വളർന്നിട്ടില്ല അത്രയും ദൂരത്തൊക്കെ പോയിട്ട് റെസ്ക്യൂ ചെയ്യാനായിട്ട്. ശരിക്കും ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല. CPR കൊടുക്കാൻ ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. അതിൻ്റെ കോഴ്സ് ഞങ്ങൾ ചെയ്തിട്ടാണ് വന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കപ്പലിൽ. അപ്പോൾ റിസ്ക് ഉള്ള പരിപാടിയൊക്കെ തന്നെയാണ്. ഞാൻ ഒരു ഡൗട്ട് കേട്ടെ, ഇപ്പം നമ്മൾ ഈ ഭയങ്കര വേവ്സ് ഒക്കെ ഉള്ള ടൈമിൽ ഇപ്പം ഈ കടലിലേക്കൊക്കെ ഷിപ്പിൽ നിന്ന് വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വീണ് കഴിഞ്ഞാൽ 1% താഴെയാണ് നമ്മൾ ആ പേഴ്സണെ റെസ്ക്യൂ ചെയ്യാനുള്ള ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തിരമാലയുടെ ഇടയിൽ മെയിനായിട്ട് ക്യാപ്റ്റൻ ഇൻഫോം ചെയ്യും പുറത്ത് പോകരുത്. പുറത്ത് അന്നൊരു വർക്കും നടക്കൂല. വർക്ക് ചെയ്യണ മാത്രം ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ കിച്ചണിൽ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ റഫ് പറഞ്ഞ കാര്യം നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തതിൽ പറ്റുള്ളൂ. 23 പേരുണ്ടെങ്കിൽ 23 പേരെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവർ ടയർഡാവൂലേ. അപ്പോൾ പുറത്ത് ഡെക്കിലെ നോർമൽ വർക്കും എഞ്ചിനിലെ നോർമൽ വർക്കും ഒന്നും നടക്കില്ല. ഓൺലി നാവിഗേഷൻ. നമ്മൾ എങ്ങാടാണ് പോകുന്നത് അങ്ങോട്ട് മാത്രം പോകും. പ്ലസ് ഇതുണ്ടാവും. ഇത് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറല്ല, ചിലപ്പോൾ ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകൾ. ഇത് ആഴ്ചകളോളം കണ്ടിന്യൂസ് നമ്മുടെ കിളി പോവും. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫഷൻ്റെ മെയിൻ റിസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റൂല. നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഇപ്പം ഞാൻ റെസ്റ്റ് 7 മണിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് വെച്ചാൽ രാത്രി മൊത്തം ഇളക്കമാണ്. ഞാൻ ചിലപ്പോൾ നിലത്ത് വീഴും, പിന്നെയും കയറി കിടക്കും, പിന്നെ ഉറങ്ങാൻ ശ്രമിക്കും. ഉറങ്ങാൻ പറ്റുമോ ചേട്ടന്? അങ്ങനെയാണെങ്കിൽ ഇല്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുവരും. അപ്പം തലവേദന എടുക്കും, മനസ്സിലായി, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ റൊട്ടീൻ ഇത് തന്നെ. ഭയങ്കര മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്നാൽ ലക്ഷങ്ങൾ കിട്ടും. അതാണ് ആൾക്കാർ, അത് മാത്രമേ ആൾക്കാർ കാണുള്ളൂ. ലക്ഷങ്ങൾ കിട്ടുമല്ലോ, പക്ഷെ ഇതൊക്കെ ആൾക്കാർക്ക് അറിയില്ല. കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കാം. നമ്മൾ ചോദിച്ചത് ഇപ്പോൾ ഒരാൾ കടലിൽ ഷിപ്പിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ 23 പേരിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഈ വീണ ആരെങ്കിലും കാണണമല്ല, കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരാൾ വീണെന്ന്. കണ്ടാലുള്ള സിറ്റുവേഷൻ ഞാൻ പറയാം. കണ്ടു കഴിഞ്ഞാൽ മെയിനായിട്ട് അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല. ആ ഒരു വീണ പേഴ്സണിൽ നിന്ന് കണ്ണെടുക്കാൻ പാടില്ല. ഇത്രയും വലിയൊരു ഓഷ്യനാണ്, ഒരു മുട്ടുസൂചി പോലെയാണ് നമ്മൾ വീണത് ഇല്ലേ, ഓപ്പൺ സീല്. അപ്പോൾ കണ്ണെടുക്കാൻ പാടില്ല. എന്നിട്ട് മെയിനായിട്ട് ലൈഫ് ബോയ് അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു
ആള് വീണ് കഴിഞ്ഞാൽ ഇടേണ്ട സ്ഥലം ഉണ്ടാവും, അത് ഇടാം. എന്നിട്ട് വിളിക്കുക, ദൂരെ നിന്ന് വിളിക്കുക, ഒരാൾ വീണിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഈ ആള് പോയിട്ട് ബ്രിഡ്ജിൽ നാവിഗേഷൻ റൂമിൽ ഇൻഫോം ചെയ്യും, ഇന്നൊരാൾ കപ്പൽ കയറി സംഭവമുണ്ട്. നമ്മ റൈറ്റ് ലെഫ്റ്റിലാണ് പറയണം, കപ്പൽ അങ്ങനെ പറയൂല. റൈറ്റിനെ പറയണത് സ്റ്റാർ ബോർഡ് എന്നും ലെഫ്റ്റിനെ പറയണ പോർട്ട് സൈഡ് എന്നാണ് പറയണത്. സ്റ്റാർ ബോർഡ് സൈഡ്, പോർട്ട് സൈഡ്. അപ്പോൾ ഏത് സൈഡാണ് വീണെന്ന് പറയാം. എന്നിട്ട് അയാളെ നോക്കി നിൽക്കുക. അപ്പം തന്നെ എഞ്ചിൻ സ്റ്റോപ്പ് ആകും. കണ്ടാളത് ഐ കോണ്ടാക്റ്റിൽ പോയ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് ചിലപ്പോൾ പോകുമ്പോഴേക്കും കടലിൽ ചിലപ്പോൾ അയാളെ കൊണ്ടുപോകണത് ഒറ്റ സെക്കൻഡിലായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഐ കോണ്ടാക്ട് ഇട്ടാൽ നേരെ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യും, നേരെ കപ്പൽ വളക്കും. ഇത്രയും വലിയ ഒരു 13 നോട്ടിക്കൽ പോണ കപ്പല് വളച്ച് വന്നുണ്ടെങ്കിൽ നല്ല പണിയാ. ബ്രേക്കൊന്നും ഇല്ലേന്, ഇത് വളച്ച് ഇയാളെ അടുത്ത് വന്നു. ഇയാളെ അടുത്ത് വന്നിട്ട് റിസ്ക് ചെയ്യാൻ ഈ ഒരു ടൈമാണ് ഇത്രയും റിസ്ക്. അത് ഏകദേശം എത്ര ടൈം എടുക്കുമായിരിക്കും വളച്ച് വരണമെങ്കിൽ? ഒരു എങ്ങനെയായാലും 10-20 മിനിറ്റ് എടുക്കും. 10-20 മിനിറ്റ് എടുക്കും. പക്ഷെ അപ്പൊ ഈ ആളെ തിരയിങ്ങനെ കൊണ്ടുപോകില്ലേ? അതാണ് പ്രശ്നം. പിന്നെ ഇത് ഭാഗ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ആള് വീണെന്ന് വെച്ചാൽ ആളില്ലേ, അയാൾ കാണുന്ന ആളെന്ന് വെച്ചാൽ മാനോവർ ബോർഡ് എന്ന് ഒരു മാർക്കർ ഉണ്ട്. ഒരു നമ്മളെ വണ്ടിയിലൊക്കെ ചിപ്പ് വെക്കൂലേ, GPS ആ ഒരു സംഭവം ഉണ്ട്, അതിടും. അത് വെള്ളത്തിലിട്ടാൽ ഈ ആൾ ഇവിടെ വീണെന്ന് വെച്ചാൽ ഇവിടെ ഇട്ടെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് റഡാറിൽ അത് ലോക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ തിരിഞ്ഞു വരാൻ പറ്റും. എന്നാൽ ഇയാളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കടൽ ഇത് കണ്ട് നമ്മ ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, കണ്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചേക്ക്. നമ്മ നേരെ പോയി 1 മണിക്കൂർ എന്റെ കാര്യത്തിൽ ഒരാളുടെ ഡ്യൂട്ടി ടൈമിൽ ഒരാളെ കണ്ടില്ല, അപ്പോഴേക്കും നമ്മൾ ഇയാളെ അന്വേഷിക്കുന്നത്. ആ ഒരു ടൈമിൽ 0.0 അത്ര ശതമാനം പോലും ഇയാളെ കണ്ടുപിടിക്കാനുണ്ട്. ഇത് കേട്ടിട്ട് ടെൻഷൻ. ഒന്ന് ബ്രോ നരേറ്റ് ചെയ്യണ സ്റ്റൈല് പേടിപ്പിക്കുന്നത്. ഞാനുള്ള കാര്യമാണ്, ഇത് ലൈഫ് സ്റ്റോറി അല്ലേ ഈ പറയുന്നത്. ഉള്ള കാര്യമാണ്. ഇതാണ് ഇതൊരു സിറ്റുവേഷൻ, റിസ്ക് എലമെന്റ്, ലൈഫ് ഹസാർഡ്. ഇത് അപ്പൊ നമ്മൾ ഈ മെയിൻ്റെനൻസിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ മെയിൻ്റെനൻസിന് ഇറങ്ങുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഒരാൾ ഒറ്റക്ക് പോകില്ല. എന്നുവെച്ചാൽ ഇതുപോലെ തന്നെ വീണാൽ ഹെൽപ്പ് ചെയ്യാണ്ട് ഒരാൾ വേണം. അതുകൊണ്ട് എല്ലാ പണിക്കും ഒറ്റക്കൊരാളെയും വിടൂല കപ്പലിൽ, അതാണ് റൂള്. ഇപ്പോൾ റീസൺ ഇഷ്ടംപോലെ മലയാളി നമ്മുടെ ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയാനില്ല, ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കപ്പലിൽ ഒരു 3rd ഓഫീസർ മലയാളിയാണ്. നമ്മുടെ ലൈഫ് ബോട്ടില്ലേ, ലൈഫ് ബോട്ട്, അതിൽ പെയിന്റിങ്ങും സ്റ്റിക്കറും ഇതിൻ്റെ മെയിൻ്റെനൻസൊക്കെ നോക്കാനായിട്ട് പോവും ഡേ വർക്കിൽ. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാൾ ഒറ്റക്ക് പോയിട്ട് ഇതിങ്ങനെ ഉരുണ്ടിരിക്കുന്ന സിലിണ്ടർ പോലെ സംഭവം അവിടെ കയറിയിട്ട് വർക്ക് ചെയ്യായിരുന്നു. എന്തൊരു ഇതിൽ ജെർക്കിൽ ആൾ വെള്ളത്തിൽ പോയി. പക്ഷെ ഇയാളെ അങ്ങനെ ആരും അന്വേഷിക്കൂല. എന്താ കാര്യം വെച്ചാൽ ഇയാളുടെ നാവിഗേഷൻ വാച്ച് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഓട്ടി ടൈമിലാണ് ഇയാൾ പോയത്. അപ്പൊ ഇയാൾ പോകുന്നത് ഇൻഫോം ചെയ്യും, വരുന്നത് ഇൻഫോം ചെയ്യും ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള. ഇതിന്റെ ഇടയിൽ വോക്കി ടോക്കിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇയാൾ പോയാ പിന്നെ എങ്ങനെയാണ് വോക്കി ടോക്കിയിൽ ആള് പോയി. ഓക്കെ, അപ്പോൾ ഇയാളെ വെള്ളത്തിൽ വീണ് അറിഞ്ഞില്ല. പക്ഷേ നമ്മളിത് ആരെന്ത് പറ്റിയാലും അറിയണമെന്ന് വെച്ചാൽ ഇയാളെ കാണാണ്ടാവും. ഇപ്പോൾ ഒരു വർക്കിംഗ് സ്ഥലത്ത് ഇത്രയും പേരുണ്ടെങ്കിൽ അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാ, അല്ലെങ്കിൽ അടുത്ത ഡ്യൂട്ടിക്ക് ഇയാൾ വന്നില്ലെങ്കിൽ അന്വേഷിക്കുള്ളൂ. എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ടാവില്ലേ. അപ്പം അന്വേഷിച്ചപ്പോഴാണ് ആളെ കാണാനില്ല. എങ്ങനെ തിരിഞ്ഞു വരാനാണ്? അപ്പോഴേക്കും മീൻസ് 13 നോട്ടിക്കൽ 12-10 നോട്ടിക്കൽ മൈലിലേക്കാണ് കപ്പൽ പോണത്. അപ്പോൾ 1 മണിക്കൂർ പോകുന്തോറും എന്ന് പറയുമ്പോൾ ഒരു 60 കിലോമീറ്ററൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ച് നമ്മ വന്നിട്ട് ചെയ്യാനും ആള് പോയി. ഒരു വഴിയില്ല. ദൂരം മിസ്സിംഗ് ഇസ് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാൻ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അയാൾക്ക് ഇൻഷുറൻസ് കിട്ടും, കോടികൾ, ചില ലക്ഷങ്ങൾ, കോടികൾ. പിന്നെ മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മ എഴുതി കൊടുക്കും, അല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് വരുമ്പോൾ ഞങ്ങൾ എല്ലാ 15 ദിവസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ മീറ്റിംഗ് വരാറുണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ നടന്ന ഇഞ്ചുറീസ്, ഡെത്ത്, എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങിൽ ചർച്ച ചെയ്യും. അവയർനെസ്. ഈ ഇപ്പോൾ കപ്പൽ ചെയ്യാൻ ഒരാഴ്ചയൊക്കെ അനങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞില്ലേ, ബാക്കി എല്ലാവരും അനങ്ങാതിരുന്നാലും ഇപ്പോൾ ബ്രോയ്ക്ക് വർക്ക് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് എൻ്റെ ഫീൽഡിൽ. ഒരു വീഡിയോയിൽ ഫ്രിഡ്ജൊക്കെ മറിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ബിബോർജോ എന്ന് പറഞ്ഞൊരു സൈക്ലോൺ 2023-24 വന്നായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ. അപ്പോൾ ഞങ്ങൾ ദുബായിൽ നിന്ന് ഗ്യാസ് ലോഡ് ചെയ്തിട്ട് നമ്മുടെ മാംഗ്ലൂർ തന്നെയായിരുന്നു. 4 ദിവസം പോയേച്ചുള്ളൂ. പക്ഷെ 4 ദിവസം മൊത്തം ഞങ്ങൾക്ക് കിട്ടി. എന്നുവെച്ചാൽ ഞങ്ങൾക്കെന്ന് വെച്ചാൽ എന്ത് കാറ്റും കൂളായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി പോയേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ
കപ്പൽ മുങ്ങൂല, മേ ബി, അറിയില്ല. അതുപോലെയാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ കൂടി പോയേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനിക്കും ഓണറിനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ. കാരണം കപ്പലുകൾ വാടക എടുത്തേക്കാണ്, മിക്ക കപ്പലുകളും വാടക എടുത്തേക്കാണ്. ഒരു ദിവസം $25,000 ഇതിൻ്റെ വാടക. $25,000 എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷത്തിന് മീൻസ് അറൗണ്ട് 18 lakhs ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്ക്. അപ്പോൾ ഓരോ ദിവസം വൈകുന്നേരം കാർഗോ ഡിലേ ആവുന്നു, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നേവിക്കാരാണ്, മീൻസ് മർച്ചൻ്റ് വർക്കാണ് ആൾക്കാരെന്ന് വെച്ചാൽ ഇതെല്ലാത്തിനും ക്രോസ് ചെയ്ത് പോകണമെന്നാണ് ഞങ്ങൾ പഠിച്ചേക്കണത്, ഞങ്ങളുടെ ഡ്യൂട്ടി. അതിൻ്റെ ഇടയിൽ എന്ത് എമർജൻസി ഒന്നുമല്ല ഞങ്ങൾ മാനേജ് ചെയ്തോളാം. നമ്മൾ ചില ഇപ്പോൾ ഓരോ ചാനലിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നു. ഷിപ്പൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഒന്നിങ്ങനെ വീണ കാണാം, പക്ഷെ അത് മറിയില്ലല്ലേ? മറിയൂല. അതാണ് അതിൻ്റെ മറിയണ കാര്യം എന്ന് വെച്ചാൽ ക്യാപ്സൈസ് ആവും. അതിനെ പറയണം മറിയണെന്ന് വെച്ചാൽ ഇവിടെ ക്യാപ്സൈസ് ആയിരുന്നു, കണ്ടെയ്നർ ഷിപ്പ് തീ പിടിച്ചിട്ട്, അതിനാണ് ക്യാപ്സൈസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ കപ്പൽ സ്റ്റെബിലിറ്റി കിട്ടാണ്ട് മെയിനായിട്ട് ബലാസ്റ്റിംഗ് ആൻഡ് ഡീബലാസ്റ്റിംഗ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ കപ്പലിൻ്റെ അടിയിൽ വെള്ളം ബാലൻസ് ചെയ്തിട്ടാണ് ഇത് ലോഡ് ചെയ്യണം അൺലോഡ് ചെയ്യണതും, മനസ്സിലായോ? ഇത് കറക്റ്റ് ബാലൻസ് വെള്ളം കയറ്റിയിട്ടാണ് ഇത് മുന്നോട്ട് പോണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഡീബലാസ്റ്റിംഗ് ബലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം കയറ്റുക ഇറക്കുക, ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒരു സ്ഥലത്ത് വെള്ളം കൂടി ഒരു സ്ഥലത്ത് ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ മറിയും. അത് ക്യാപ്റ്റൻ കൺട്രോൾ ചെയ്യുമല്ലോ, ക്യാപ്റ്റൻ ചീഫ് ഓഫീസറാണ് അതിൻ്റെ മെയിൻ കാര്യം. അങ്ങനെയാണ് ഇത് മറിയണത്. അതിൻ്റെ പ്രശ്നങ്ങൾ വരും. ഇവിടെ തീ പിടിച്ചിട്ട് മറിഞ്ഞതും അതുപോലെ ഒരു സൈഡ് പിന്നെ നോക്കാനാണല്ലോ, തീ പിടിച്ച എല്ലാവരും അതിൽ നിന്ന് മാറിയില്ലേ? തീ പിടിച്ചാൽ തീ ഒന്നര പിടിക്കണം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആദ്യത്തെ കപ്പൽ എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ജബലലിയിൽ കപ്പൽ കണ്ടെയ്നർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിന് വേണ്ടിയുള്ള ടൺ കണക്കിന് ഫ്യൂവൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്മോക്ക് ചെയ്യണ ആളാണ്. ഞാൻ സിഗരറ്റ് വലിച്ചിട്ട് റൂമിൽ, അന്ന് കണ്ടെയ്നർ അന്നൊക്കെ ഷിപ്പിൽ ഈ റൂമിൽ സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിച്ചിട്ട് ഞാൻ ആസ്ട്രേ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കപ്പൽ ശേഖരിക്കും. കപ്പലിങ്ങനെ ബഡ് കുത്തിയിട്ട് അങ്ങനെ പോവും. അന്ന് കപ്പലിൽ ഇങ്ങനെ ബഡ് കുത്തിയിട്ട് ഞാൻ നേരെ എന്ത് ചെയ്ത് കപ്പ് ഫില്ലായപ്പോൾ ഗാർബേജ് ബാഗിലിട്ട് ഞാൻ നേരെ മോളിൽ പോയി. പോർട്ടിൽ വരുമ്പോൾ നമുക്ക് ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യണം. മോളിൽ പോയി ഒരു കൂട്ടുകാരൻ്റെ ക്യാബിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റും പ്രശ്നങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്യാബിൽ ഫോൺ വന്ന കൂട്ടുകാരൻ്റെ, നീ എവിടെയാണ്, നിൻ്റെ റൂമിൽ ഫയറാണ്. അപ്പം എനിക്ക് മനസ്സിലായി സിഗരറ്റ് എവിടെ കിട്ടിക്കണം. ഞാൻ ഓടിച്ചു തന്നപ്പോൾ ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ, AV ഓയിലർ എല്ലാവരും ഉണ്ട് ക്യാബിൻ്റെ ഫ്രണ്ടിൽ. ചീഫ് ഓഫീസർ ഡോറ് ലോക്കായിരുന്നു. എന്നിട്ട് ഡോർ വശം ഏത് മാസ്റ്റർ കീട്ട് തുറക്കാൻ പറ്റും, അങ്ങനെ ഒരു കീ ഉണ്ട്. ആ കീ ഇട്ടാൽ കപ്പൽ ഏത് ഡോർ തുറക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ട്. നോക്കിയപ്പോൾ സ്മോക്കാണ് വന്നത്. സ്മോക്ക് ഫയർ ആവാം, എൻ്റെ മിസ്റ്റേക്കാണ് 100% ഞാൻ യോജിക്കുന്നതിൽ. ഞാനന്ന് ചെക്കനാണ്, അത് പറഞ്ഞ കാര്യം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്നത്. നോക്കിയപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു എമർജൻസിയിൽ അവരെന്താ ചെയ്തതെന്ന് അറിയും. യുക്രൈനായിരുന്നു ചീഫ് ഓഫീസർ. ഇവർ ഡോറ് തുറന്നപ്പോൾ സ്മോക്ക് എവിടെ നിന്നാന്ന് വന്ന് അറിയാൻ പറ്റില്ല. അവരെല്ലാവരും സെർച്ച് ചെയ്ത് സ്മോക്ക് എവിടെയെന്ന് അറിയില്ല. പക്ഷെ ഡോറ് തുറന്ന് ഇങ്ങനെ തുറക്കൂലേ, ആ ഒരു കോർണറിലാണ് ഗാർബേജ് ബാഗ് ഇരിക്കുന്നത്. ഫുള്ള് പുകയാണ്. എന്നിട്ട് അവസാനം ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റൂൾസ് എല്ലാം മറന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും അണക്കണം. എന്നിട്ട് ഏറ്റവും അടിയിൽ കിച്ചണിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. ഇതാണ് അവരുടെ മൈൻഡിൽ ആദ്യം വന്നത്. പതറിപ്പോയി. പക്ഷെ ഒരു ചെറിയ സ്മോക്കാണ്. എൻ്റെ റൂമിൻ്റെ സൈഡിൽ തന്നെ വാഷിംഗ് ബേസിൻ ഉണ്ട്, ബാത്റൂമുണ്ട്. ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ച് തരാനുള്ള പ്രശ്നമുണ്ട്. ഇതാണ് പ്രശ്നം. എമർജൻസി ടൈമിൽ എല്ലാവരും പാനിക്കും. ആ ടൈമിലാണ് ആക്സിഡൻറ്റും മരണവും എല്ലാം നടക്കുന്നത്. ചെറിയൊരു സ്മോക്കിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. വലിയ കാട്ട ഫയറിൻ്റെ ഒന്ന് ആലോചിച്ച് അപ്പം എത്ര വലിയ ട്രെയിനായാലും ക്യാപ്റ്റനായാലും ചീഫ് ഓഫീസർ ആയാലും പതറിപ്പോവും. ഈ ഫ്യൂവല് ഫില്ല് ചെയ്യുമ്പോൾ അത് ഏകദേശം എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടാവും ഷിപ്പിനൊക്കെ അറിയാമോ? കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. ഒരു കപ്പൽ 1 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട 2 ടൺ ഫ്യൂവലാണ്. 2 ടൺ ഡിപ്പെൻഡ് അപ്പോൺ ദ. അപ്പോൾ അത്രയും സ്റ്റോറേജ് ഇതിനകത്തുണ്ടോ? ഉണ്ടാവും. കാരണം ദിവസങ്ങളോളൊക്കെ അല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് തീ പിടിക്കണമെങ്കിൽ അത് ഡിപ്പെൻഡ് അപ്പോൺ ദ കപ്പാസിറ്റി ഓഫ് ദ ഷിപ്പ് ആൻഡ് അതിൻ്റെ വലിയ ഇതനുസരിച്ച്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായില്ലേ. 1 മണിക്കൂർ വർക്ക് ചെയ്യാൻ മിനിമം 2 ടൺ അല്ലെങ്കിൽ 1 ടൺ ഫ്യൂല് വേണ്ടി വരും. നമ്മുടെ ഡീസലും പെട്രോളും ഒന്നല്ല.
ഹെവി ഓയിൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ഡീസലിനേക്കാളും വില കുറവാണ്, പെട്രോളിനേക്കാളും വില കുറവാണ്. അത് നമ്മൾ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു ബൈ പ്രോഡക്റ്റ് ആണത്. അതാണ് കപ്പലിൽ യൂസ് ചെയ്യണത്, മെയിൻ എൻജിൻ റൺ ചെയ്യേണ്ടത്. പക്ഷെ ചില രാജ്യത്ത് ഈ സ്മോക്ക് പൊല്യൂഷൻ്റെ ഓരോ അളവുണ്ടാവും. അത് ചില രാജ്യത്ത് ഈ ഹെവി ഓയിൽ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഡീസൽ തന്നെ യൂസ് ചെയ്യണം. എക്സ്പെൻസീവ് ആണ്. പിന്നെ 4 ജനറേറ്റർ ഉണ്ടാവും, അത് റൺ ചെയ്യാണ്ട് ഡീസൽ വേണം. അപ്പോൾ ഡീസലും ഈ ഹെവി ഓയിലും രണ്ട് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യും. ശരി ശരി. 1 മണിക്കൂർ യൂസ് ചെയ്യാനായിട്ട് 2 ടൈം. അപ്പൊ ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ പോയാൽ നിന്ന് കത്തും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 3 കോൺട്രാക്റ്റ് വർക്ക് ചെയ്തത്, 3 കൊല്ലം വർക്ക് ചെയ്തത് BW എന്ന് പറഞ്ഞ LPG ടാങ്കറിലാണ്. നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇല്ലേ, അവർക്ക് ഞങ്ങളാണ് LPG കൊടുക്കുന്നത്. നമ്മുടെ ഖത്തറിൽ നിന്ന് UAE നിന്ന് ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് ഞങ്ങളാണ് അവിടുന്ന് കൊണ്ടുവരുന്നത്. ആ ദൗത്യം 35,000 മെട്രിക് ടൺ. ഒരു ഈ 35,000 മെട്രിക് ടണ്ണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചാൽ എന്തൊരു അപകടം ഉണ്ടാവും. അപ്പോൾ 35,000 മെട്രിക് ടൺ പൊട്ടിത്തെറിച്ചാലുള്ള അപകടം ആലോചിക്കുന്നത്. കാരണം ഇതിൽ വേറൊരു സൈബർ സെക്യൂരിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു 35,000 മെട്രിക് ടൺ ബ്യൂട്ടേൻ ആൻഡ് പ്രോപ്പേൻ ആണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നിങ്ങൾക്ക് തന്നത്. ചിലത് ഇത് 2 പർപ്പസിന് യൂസ് ചെയ്യും, ഫാക്ടറി പർപ്പസിന്. അപ്പൊ ഈ 35,000 മെട്രിക് ടൺ ഇത് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചാല് ചിലപ്പോൾ നമ്മുടെ ഹിരോഷിമയിലിട്ട ഒരു ആറ്റം ബോംബില്ലേ, അവരെപ്പെട്ടേക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ LPG ടാങ്കിൽ വർക്ക് ചെയ്യണവർ പറയണമെന്ന് വെച്ചാൽ വി ആർ ലിവിങ് ഇൻ എ ആറ്റം ബോംബ്. സത്യമാണ്. അതാണ്. പിന്നെ നിങ്ങൾ ഇത്രയും ചിന്തിക്കുള്ളൂ. ഞാനൊരു വേറെ കാര്യം പറ്റേ, ഈ കപ്പൽ ലോഡ് ചെയ്തിട്ട് ഒരു ടീം ഹൈജാക്ക് ചെയ്തു നമ്മുടെ ഇവിടെ വല്ലാറവാടത്ത് കൊണ്ടുപോയിട്ട് ഇടിപ്പിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വൈപ്പിങ്കര ഉണ്ടാവും. ഇതാണ് ഇതൊരു ടെററിസത്തിന് വേണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് കപ്പലിൽ അത്ര സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി എല്ലാം ഉള്ളത്. മറ്റവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ കോണ്ടാക്ട് ഞാൻ അതിൽ പോയിട്ടുണ്ട്. റെഡ് സീ ക്രോസ് ചെയ്ത്, സ്വിസ് കനാൽ ക്രോസ് ചെയ്ത് ഈജിപ്ത് കണ്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോൺട്രാക്ട് മൊത്തം അവിടെ തന്നെയായിരുന്നു. ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 മാസം മുമ്പ് 2 കപ്പലില്ല സെയിം ഡേ ടു ഡേ മീൻസ് 2 ദിവസങ്ങളിലായിട്ട് അടുപ്പിച്ച് അറ്റാക്ക് ചെയ്ത ഒരു ടൈമിൽ ഞങ്ങളുടെ കപ്പൽ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സൗത്ത് കൊറിയയിൽ നിന്ന് 30,000 ടൺ അരി കൊണ്ടുവന്നിട്ട് ജിപ്പൂത്തി എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യമുണ്ട്. അത് ഞങ്ങളാണ് ആ ദൗത്യം കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് കാർഗോ കൊടുക്കുകയാണ്. അത് UN കാർക്കാണ്, യുണൈറ്റഡ് നേഷന്റെ കാർക്കാണ്. എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്രയും വലിയ ഇടപാടുകളൊക്കെ UN അണ്ടറിൽ വരും. UN എന്ന് വെച്ചാൽ കുറേ രാജ്യങ്ങൾ കൂടിയുള്ളൊരു, ഇപ്പം നാസ പോലത്തെ തന്നെ സംഭവങ്ങളാണ്. അപ്പം ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വെച്ചാൽ വലിയൊരു ദൗത്യമാണ്. ഈ കാർഗോ സേഫായിട്ട് അവിടെ എത്തണം. അത് ഞങ്ങളുടെ കമ്പനിക്ക് കോൺട്രാക്ട് തന്നിരിക്കണം. ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് പോണ ഏരിയ പൈറസി ഏരിയ, അവിടെ അറ്റാക്കും കാര്യങ്ങളും നടക്കണം. അപ്പൊ 16 ദിവസം എങ്ങാണ്ടും സെയിലിംഗ് ആണ് സൗത്ത് കൊറിയൻ ജിപ്പൂത്തി എത്താൻ. റെഡ് സീ ഇങ്ങനെ വന്ന് ശ്രീലങ്ക ക്രോസ് ചെയ്ത് റെഡ് സീ എത്താനായ ടൈമിൽ ഞങ്ങൾ നോക്കിയപ്പോ ക്യാപ്റ്റൻ പറഞ്ഞ് ആംഗാർഡ് വരും എന്ന് പറഞ്ഞു, പൈറസിക്ക് വേണ്ടി അറ്റാക്ക് ചെയ്യാണ്ട്. അവര് കയറി ശ്രീലങ്കയിൽ നിന്ന്. അത് കഴിഞ്ഞ് അവര് ഫുൾ സെറ്റായിട്ട് റസ്തഫ എന്ന് പറഞ്ഞൊരു 20 റൗണ്ട് അടിക്കാൻ പറ്റിയ ഒരു ഒളപ്പൻ 90 മീറ്ററിന്റെ സാധനമായിട്ട് അവന്മാര് കയറിയത്. അവന്മാര് കയറി എത്ര പേരുണ്ടാവും? 3 പേരുണ്ടായിരുന്നു. 3 പേര് ഒരു 2 റൗണ്ടുള്ള സാധനം ഉണ്ടാവും അവന്മാര്. ഇവര് കയറിയിട്ട് മീറ്റിംഗ് വരും. അപ്പം തന്നെ പൈറസി അറ്റാക്കിന് എന്ത് ചെയ്യണം? പൈറസി അറ്റാക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കാണ്ട് ഒരു റൂമുണ്ട് കപ്പലിൽ. അത് ഞങ്ങൾക്ക് അല്ലാണ്ട് വേറെ പൈറസി ആൾക്കാർക്ക് അറിയില്ല. അത് ഇപ്പൊ പറഞ്ഞാലും പ്രശ്നമാകും. അത് ഞാൻ പറയണം, അങ്ങനെ ഒരു റൂമുണ്ട്. ആ റൂമിലോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകും. ക്യാപ്റ്റൻ അടക്കം. ക്യാപ്റ്റൻ പോവില്ല, ക്യാപ്റ്റനും ഡ്യൂട്ടി ഓഫീസറും പോവില്ല.
എഞ്ചിൻ ഓഫ് ചെയ്യില്ല, എഞ്ചിൻ ഓഫ് ചെയ്യില്ല. പക്ഷെ എഞ്ചിനെ കൺട്രോൾ ചെയ്യാനുള്ള എഞ്ചിനും നാവിഗേഷനും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനുള്ള സ്ഥലത്താണ് ഞങ്ങൾ പോണത്. നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് അവിടെ ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഇവരിപ്പോ കയറിയാൽ തന്നെ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാം കപ്പൽ. അപ്പൊ ഈ ഒരു സ്ഥലത്ത് സിറ്റാഡിൽ എന്ന് പറയുന്നത്, ആ സിറ്റാഡിൽ പല ഷിപ്പിലും പല സ്ഥലത്തായിരിക്കും, അങ്ങാട് പോകും. അതാണ് ഫസ്റ്റ് ആക്ഷൻ. പക്ഷെ അപ്പൊ എന്ന് വെച്ചാൽ ഇതിനൊരു സിഗ്നൽ ഉണ്ട്, അലാറം വരും. ആ അലാറം കേട്ടാൽ അപ്പം തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊള്ളണം. എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എത്ര ദിവസം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഫുഡും വെള്ളവും എല്ലാ കാര്യങ്ങളായിട്ട് എനിക്ക് പോവാം. അവിടെ പോവാ. അപ്പൊ എല്ലാവരും കയറുമ്പോൾ ഹെഡ് കൗണ്ട് എടുത്തിട്ട് അടച്ചിടും. പൈറസി ഓൺ ബോർഡ് ആയാൽ ഇത് ആ ഒരു ടൈമിൽ ഈ ഗൺമാന്മാരും ഈ ക്യാപ്റ്റനും ഡ്യൂട്ടി ഓഫീസറും മാത്രം നാവിഗേഷൻ ബ്രിഡ്ജിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചിരിക്കണം. ഇവര് വന്നാൽ ഇത് ഫുള്ളായിട്ട് അടക്കാൻ പറ്റുള്ളൂ. ഈ വന്നെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഉണ്ട്. ഇങ്ങനെ മുട്ടിന്ന് വെച്ചോ, ആൾക്കാർ മുട്ടേണി ഡോറില്. അപ്പൊ പൈറസി ആണെങ്കിൽ അമ്മ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങൾ ഒരു പാസ്വേഡ് വെക്കും. ഞങ്ങളുടെ കപ്പലിലെ പാസ്വേഡ് സണ്ണി ലിയോ എന്നായിരുന്നു. ക്യാപ്റ്റൻ പാസ്വേഡ് അതൊക്കെ അവർക്ക് പറയാൻ പറ്റുമല്ലോ, ഒരു യൂണീക്ക് ഒരു പാസ്വേഡ് ആണ്. അപ്പൊ എല്ലാവരും പറയും സണ്ണി ലിയോ ആണ്. ഓക്കെ, സണ്ണി ലിയോ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ആൾക്കാരെ കത്തിട്ട് കഴിക്കും. പക്ഷെ ഇതെന്തായാലും പൈറസി ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ഒരു 23 പേരിൽ പ്ലസ് ആം ഗാർഡ്സ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗണ്ണ് വെച്ചിട്ട് വന്ന് നമുക്ക് തുറക്കേണ്ടത് ആ ഒരു റിസ്ക് ഉണ്ട്. ഇത് പൈറസി അറ്റാക്കിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ടെററിസം 2-2 ഇവര് കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യൂല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്നും ചെയ്യൂല. നേരെ ഈ കപ്പൽ അവരുടെ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. സൊമാലിയയില അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഉപദ്രവിക്കൊന്നുമില്ല. കാര്യങ്ങൾ പറയും കൊണ്ടുപോകും. ക്യാപ്റ്റൻ എന്ത് ചെയ്യും? അത് ഇൻഫോം ചെയ്യും കമ്പനിക്ക്. $3 മില്യൺ ചോദിക്കണമെന്ന് പറയും. കൊടുത്താൽ ഞങ്ങൾ വിടും, അല്ലെങ്കിൽ അവിടെ കിടക്കും. അങ്ങനെ അവിടെ കിടക്കേണ്ടി വരും. ദൂരം വരും. നമ്മളെ മലയാളീസ് തന്നെ ഇഷ്ടംമാര് വരും അവിടെ കിടന്നിട്ടുണ്ട്. 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. മരിച്ചു പോയിട്ടുള്ള കേസുള്ളവർ വന്നിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് സാധനങ്ങൾ ചീത്തയായി പോകില്ലേ? അത് അവരുടെ രാജ്യത്ത് നിന്ന് നമുക്ക് തന്നാല് നമ്മ ഭക്ഷണം കഴിച്ച് അവിടെ ജീവിച്ചു, അല്ലാണ്ട് രക്ഷയില്ല. പക്ഷെ അസുഖങ്ങളൊക്കെ വന്ന് ഒരാൾ മരിച്ചിട്ടുണ്ട്. ഒരു ചീഫ് കുക്ക് മരിച്ചിട്ട് നേരെ ഇവിടെ വെച്ച് മീറ്റ് റൂമിൽ വെച്ച്, എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ബോഡി കളയേണ്ട അവസ്ഥയായി. മീറ്റ് റൂമൊക്കെ പവറില്ലാണ്ട് ബോഡി കളയേണ്ട അവസ്ഥയായി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇവര് കടൽ കൊള്ളക്കാർ എല്ലാവരും അധികം കണ്ണൊന്നും കാണാറില്ലല്ലോ. ഇവർ പെട്ടെന്ന് പിടിച്ച് കയറി വരുമല്ലേ മുകളിലോട്ട്? ഇവര് വന്നേന്ന് വെച്ചാൽ ഓയിൽ ടാങ്കറും ഗ്യാസ് ടാങ്കറേയും അധികം അറ്റാക്ക് ചെയ്യൂല. വെടി വെച്ചാൽ എല്ലാം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇവര് വന്നേൻ്റെ ദൗത്യം നടക്കൂല ഇവര്. അതുകൊണ്ട് ഇവര് റിസ്ക് എടുത്തിട്ട് ഇവര് വെടിവെക്കാണ്ട് തന്നെ കയറി വരും. കയറി വന്നാലാണ് പ്രശ്നമുള്ളത്. കയറി വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കയറി വരാതിരിക്കാൻ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളില്ലേ? മുള്ളുവേലി വെക്കും, വെള്ളം പമ്പ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആം ഗാർഡ്സ് ഉണ്ടെങ്കിൽ ഇവര് വരൂല. തോക്കുണ്ടെങ്കിൽ വരും. ഇവന്മാര് അടിക്കുമല്ലേ? വാണിംഗ് കൊടുക്കും. വാണിംഗ് ഫയർ കൊടുക്കും ആദ്യം. എന്നിട്ട് അവന്മാര് പോവും. ഉണ്ടെന്നറിയാം, വന്നിട്ട് കാര്യമില്ല, എന്തായാലും കുന്നുകളയൊന്നറിയാം. അതുകൊണ്ട് ഇവന്മാര് പോവും. ഈ ഇല്ലാത്ത കപ്പലിലാണ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്യണത്. പക്ഷെ ഇവന്മാർക്ക് ഇപ്പോൾ ഭയങ്കര ഫെസിലിറ്റി അല്ലേ? ഇവന്മാർക്ക് പറയാൻ പറ്റും. ഹാക്കേഴ്സ് ഉണ്ട് ഇവരുടെ കൂടെ. അപ്പൊ ആം ഗാർഡ്സ് കയറിയിട്ടുണ്ടായില്ല എന്നൊക്കെ ഇവന്മാർക്ക് അറിയാൻ പറ്റും. നോക്കിയിട്ടൊക്കെ വരുള്ളൂ. ഈ ടെററിസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ടെററിസത്തിന്റെ കേസാണ് രണ്ടാമത് കാര്യം എന്ന് വെച്ചാൽ, ടെററിസം എന്ന് വെച്ചാൽ അവർക്ക് പൈസയല്ല ആവശ്യം, കൊല്ലണം. അതാണ് മെയിൻ കാര്യം. അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യണം. ഇതാണ് ഇവന്മാരുടെ മെയിൻ കാര്യം. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൂതികളുടെ അറ്റാക്ക്, ഇസ്രായേൽ അറ്റാക്ക് നടന്നു. അപ്പോൾ അതിൽ കപ്പൽ പോയപ്പോൾ 2 യൂറോപ്യൻ ഗ്രീക്കാന്ന് തോന്നുന്നു, ഗ്രീക്ക് കപ്പലാന്ന് തോന്നുന്നു, 2 അടിച്ചിട്ടത്. അടിച്ചിരുന്നത് മിസൈൽ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ബോട്ടിൽ നിന്ന് വരും. ചെറിയ ബോട്ടിൽ വന്നിട്ട് മറ്റേ വലിയ മിസൈലില്ലേ അത് വെച്ചിട്ട് അടിച്ചിടും. അടിച്ചിടുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഡേഞ്ചറസ് കാർഗോ ഓയിലൊക്കെ ആണെങ്കിൽ പൊട്ടി ഭസ്മാവും. എല്ലാവരും മരിക്കും. മരിച്ചിട്ടില്ലെങ്കിൽ അവന്മാർ ഒരു റൗണ്ടും കൂടി അടിക്കും, കൊന്നുകളയും. അത് വലിയ ന്യൂസ് ആക്കണം ഇവന്മാർ. അതാണ് ഇവന്മാരെ മെയിൻ ദൗത്യം. പക്ഷേ ഞങ്ങളുടെ കപ്പല് അബുദാബി രാജാവിന്റെ കപ്പല, അബുദാബി DP, അതൊക്കെ അവരെ ആ ഒരു അണ്ടറിലുള്ളൊരു കപ്പല ഞങ്ങളുടെ കപ്പല തൊടൂല. ഞങ്ങൾ ധൈര്യമായിട്ട് പോകും. എന്നുവെച്ചാല് അവർക്കൊരു ശത്രുത ഇല്ലാത്തൊരു രാജ്യത്തിന്റെ കപ്പല അടിച്ചിട്ടിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? അടിച്ചിട്ടാൽ അവർക്ക് വേറെ പണി കിട്ടുമെന്ന് അറിയാം. കിട്ടുമല്ലേ? കിട്ടും. അതുകൊണ്ട് അവർ ചെയ്യൂല.
ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരി കൊണ്ടുപോകുന്നത് UN കാർഗോവാ. UN എന്ന് വെച്ചാൽ അത്ര രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ഉള്ള കാർഗോവാ. ഇതിലെ തൊടുകൂല. എന്നാലും പ്രൊട്ടക്ഷൻ തന്നു ഗവൺമെന്റ്മാര് തന്നു. ഏത് ജിബൂത്തി എത്തണവരെ, ആഫ്രിക്ക എത്തണവരെ. പ്ലസ് ഞാൻ നോക്കിയപ്പോലെ എന്റെ പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നത് 11 കൊല്ലത്തിൽ ഇങ്ങനൊരു കാർഗോ കൊണ്ടുപോയിട്ടില്ല. പ്ലസ് എക്സ്കോർട്ട് നമ്മുടെ ഫ്രാൻസിലെ നേവി കപ്പൽ വാർഷിപ്പ് വന്നു സൈഡിൽ കൂടെ. ജിബൂത്തി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്മാര് വന്നിട്ട് ഫുള്ള് ഹെലികോപ്റ്ററിൽ ഫുള്ള് കറങ്ങി, നമ്മുടെ ഷിപ്പ് ഫുള്ള് കറങ്ങിയിട്ട് അവര് അവിടുന്ന് ഒരു ഷോട്ട് എടുത്തായിരുന്നു. എന്നുവെച്ചാൽ 2 കപ്പൽ ഒരുമിച്ച് ഇങ്ങനെ പോകുന്ന ഷോട്ട് എടുത്തായിരുന്നു. അത് ഞാൻ കഴിച്ചു തന്നായിരുന്നു. ഞാൻ ഇൻസ്റ്റയിലിട്ടുണ്ട്. പ്രൗഡ് മൂവ്മെന്റ്. 2 കപ്പലും കൂടി ഒരുമിച്ച് ഇങ്ങനെ പോണത് അത് കഴിഞ്ഞ് ഞങ്ങൾ ജിബൂത്തി എത്തി. ജിബൂത്തി എന്ന് പറഞ്ഞാലും വാർ സോണാണ്. HR ഏരിയയിൽ വരും. ഞങ്ങൾക്ക് ഓരോ മണിക്കൂർ നിന്ന് പൈസ കിട്ടൂട്ടാ. ഓരോ മണിക്കൂർ HR ഏരിയയിൽ നിൽക്കണേ ഞങ്ങൾക്ക് പൈസ കിട്ടും. 15 ദിവസം ഞാൻ ആ ഒരു HR ഏരിയയിൽ ഞാൻ നിന്നപ്പോൾ ഓരോ പൊസിഷൻ അനുസരിച്ചാണ് പൈസ. എനിക്ക് എന്തോ $600 കിട്ടി. $38,000 എക്സ്ട്രാ ഇത് ക്രോസ് ചെയ്ത് അവിടെ കാർഗോ ഡിസ്ചാർജ് ചെയ്തതിന്. റിസ്ക് കൊടുക്കണ്ടല്ലോ നമ്മുടെ ലൈഫ്. ഇപ്പൊ ആൾക്കാർ പറയാണ്ട് വന്നെ എന്താണ് ഇത്രയും പൈസ ഇടുന്നുണ്ട്, ഇത്ര പൈസക്ക് ഇതിനാണ് നമ്മുടെ ജീവനാണ് ഈ പൈസ ഇടുന്നത് ഞങ്ങൾക്ക്. ഇത് ശരിക്കും ഇപ്പൊ വീട്ടുകാരൊക്കെ ഇത് കേൾക്കുമ്പോ പേടിയാവൂലേ? വീട്ടുകാരോട് പറയാറില്ല. വീട്ടുകാരോട് പറയണ ദിവസമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ കപ്പലിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 19 വയസ്സുള്ളൂ. ഞാൻ ബോംബെ പോയി ഇവിടുന്ന് പഠിച്ച് ഏജൻറ്റ് എന്നെ പറ്റിച്ച് ഞാൻ ബോംബെ പോയി 6 മാസം നരകിച്ചിട്ടാണ് ഞാൻ ഒരു കപ്പൽ 2 ലക്ഷം രൂപ കൊടുത്ത് കയറിയത്. എൻ്റെ പാസ്പോർട്ട് CDs എല്ലാം ബ്ലോക്കായി. എന്നിട്ട് അവസാനം ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോവും, ജോലിയില്ല, വേറെ തിരിച്ചുവിടും. എന്നിട്ട് അവസാനം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 150 രൂപക്കാണ് ഞാനൊരു നിലത്ത് ബെഡിട്ട് കിടന്നത്. വടാപ്പാവ് മാത്രം കഴിച്ചാണ് അവിടെ ജീവിച്ചിരുന്നത്. അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. പൈസ ഉണ്ടെങ്കിൽ ഏജൻറ്റ് ഉണ്ടെങ്കിൽ ജോലിക്ക് കയറാം. ആ ടൈമിൽ എന്നിട്ട് അവസാനം ഓഫീസുകാരി ഒരു സ്ഥിതി തരുമോ, എൻ്റെ പൈസ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ലഗേജായിട്ട് ഓഫീസിൽ വന്നിരുന്നു. എനിക്ക് ജോലി വേണം, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിൽക്കാണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവസാനം എനിക്ക് അവർ ഞാനിവിടെ കിടക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓഫീസ് ഈ ഇതുപോലെ സ്റ്റുഡിയോ കൂട്ടിപ്പോക്കും, ഞാനിവിടെ കിടന്നുള്ളതാണ്, എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. എൻ്റെ അവസാനം അവരെനിക്ക് 100 രൂപ വെച്ച് തരാൻ തുടങ്ങി. എൻ്റെ അവസാനം അവർക്ക് മനസ്സിലായി എനിക്ക് കയറ്റി വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ അവസാനം എന്നെ കയറ്റി വിട്ട് ഞാൻ ദുബായിൽ റാഷിദ് പോർട്ടിൽ മുംബൈയിൽ നിന്ന് ജോയിൻ ചെയ്തു. ഫ്ലൈറ്റ് പിടിച്ചിട്ട് അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ കേട്ടാ വീഷിപ്പിൻ്റെ ഒരു പഴയ എൻ്റെ പ്രായമുള്ളൊരു കപ്പൽ 95 ബിൽഡ് ചെയ്തൊരു കപ്പൽ 2014 കേസാണ്ട് ഞാൻ പറഞ്ഞത്. ക്യാപ്റ്റൻ യുക്രൈനി ക്രൂ ഒന്നും അധികം ആൾക്കാർ വന്നല്ലോ, വന്നുള്ള ആൾക്കാർ. ഒരു കമ്പനി ഫോം ചെയ്യണുള്ളൂ. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയാം. ഇപ്പൊ വലിയ കമ്പനിയാണത്. എന്നിട്ട് ഞാൻ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ കുറച്ച് പേരുള്ളൂ, ചീഫ് കുക്ക് ഒന്നുമില്ല, GS. ഞാനതിപ്പോൾ അസിസ്റ്റന്റ് GS ആയിട്ടാണ് വന്നേക്കണം. അപ്പൊ പുറത്തുനിന്ന് ഫുഡ് വന്നിട്ടാണ് ആൾക്കാരെ കഴിക്കണം. അപ്പൊ ഞാൻ ഫുള്ള് കപ്പൽ ആദ്യമായിട്ട് കാണാനല്ല. ഞാൻ ഇങ്ങനെയൊക്കെ കയറുന്നു. ക്യാപ്റ്റൻ ഒരു വെള്ളക്കാരൻ, അയാളാണ് ഫുള്ള് വെള്ളമടി, എപ്പൊ നോക്കിയാലും വെള്ളത്തിൽ. ക്യാപ്റ്റൻ അപ്പൊ എന്നോട് ചോദിച്ചു നിനക്കിതൊക്കെ അറിയോ ഓപ്പറേറ്റ് ചെയ്യാൻ? ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നീ വെയിറ്റ് ചെയ്ത് കുക്ക് വരട്ടെ എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാര്യങ്ങൾ. 2 ദിവസം കണ്ട് കുക്ക് വന്ന് അത്യാവശ്യം ഡെക്കിലെ ആൾക്കാരൊക്കെ വന്ന് സെറ്റായി. പക്ഷേ കപ്പലിലുള്ള ഫുഡെല്ലാം എക്സ്പയർഡ് ആണ്. റൈസും ദാളും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മീറ്റും ഫിഷൊക്കെ എക്സ്പയർഡാണ്. ഉപയോഗിച്ചാൽ സീനാവും. അപ്പം അടുത്ത പ്രൊവിഷൻ വന്നത് ജബൽ അലി പോർട്ടിലാണ്. അവിടെ നിന്ന് നിസ്സാരം മണിക്കൂറുള്ളൂ അങ്ങാടേക്ക്. അവിടെയാണ് ലോഡ് ചെയ്തിട്ടെങ്കിൽ ഇറാനിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അങ്ങാടി യാത്ര തിരിച്ച്. പക്ഷെ അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ആങ്കർ കിട്ടി. ആങ്കർ കിട്ടിയപ്പോൾ ഈ ഫുഡും പ്രൊവിഷനും വന്നില്ല. നങ്കൂര് വിട്ട് വേറെ കാർഗോ കപ്പൽ അവിടെ ഉള്ള കാരണം ഞങ്ങളുടെ കപ്പൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിന്ന്. അപ്പോൾ ഇത്രയും പ്രൊവിഷനൊന്നും ഇല്ല. ഞങ്ങൾ എക്സ്പയർഡ് ഫുഡും കഴിച്ച് വെള്ളം ബോട്ടിൽ വെള്ളമൊക്കെയാണ് അത് കുടിച്ച് അവസാനം വെള്ളം തീരാറായി. അപ്പോൾ ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ബാക്കി എത്ര വെള്ളമുണ്ട്? കുറച്ച് കേസുള്ളൂ. എൻ്റെ റൂമിൽ ചോദിച്ചോ, നിങ്ങൾ മറ്റേ പ്യൂരിഫൈ ചെയ്ത വെള്ളമില്ലേ, സ്റ്റെറിലൈസ് ചെയ്ത് അത് കുടിക്കാൻ പറഞ്ഞു. മറ്റേ ബാത്റൂമിൽ വന്ന വെള്ളം അത് കുടിച്ച് ജീവിച്ച് 8-9 ദിവസമൊക്കെ അവിടെ ആങ്കർ കിട്ടി. അങ്ങനെ ഫുഡും വെള്ളവും ഇല്ലാണ്ട് പോയി അവസാനം കപ്പൽ അടുക്കാറായി. കപ്പൽ ആ ഒരു ടൈമിൽ അന്യായ ചൂടായിരുന്നു ഇവിടെ ജബൽ അലിയിൽ. കപ്പലടുക്കുന്നു. ഞങ്ങൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ ചീഫ് കുക്കും. പക്ഷെ മറ്റുള്ള ആൾക്കാർ കപ്പൽ റോപ്പിട്ട് പിടിച്ച് വെക്കാനുള്ള സ്ഥലത്തോട്ട് പോകുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇത് വന്ന് ആൾക്കാർ അവിടെ കുഴഞ്ഞു വീണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും അവിടെ ഓടിച്ചെല്ലാം പറഞ്ഞു, എമർജൻസിയാണ്. ഓടിച്ചെന്നപ്പോൾ ചീഫ് ഓഫീസർ 2 AB നിലത്ത് കുഴഞ്ഞുകൊണ്ട് നടക്കാം, ബോധമില്ല.
അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ആംബുലൻസ് ഒക്കെ ഒന്ന് കിടക്കുന്നുണ്ട്. പോർട്ട് അടുത്താണ്, ഇത് പോർട്ട് ഇങ്ങനെ അടുക്കാനുള്ളു. പക്ഷെ ഈ സാധനം അടുക്കണമെന്നുണ്ടെങ്കിൽ മാൻ പവർ വേണ്ടേ, ഇത്ര വലിയ കപ്പലല്ലേ. എന്നിട്ട് അവസാനം ഇത് അടുപ്പിക്കാനായിട്ട് കുറെ പാടുപെട്ട് അവരെ നോക്കി അവിടെ സൈഡാക്കിയിട്ട് ഞങ്ങൾ അടുപ്പിച്ച്. അതിന് കുറെ ടൈമാണ്. അടുപ്പിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത്. അപ്പോഴേക്കും ഇവർ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കണം. പക്ഷെ ചീഫ് ഓഫീസർ അപ്പം ഇങ്ങനെ എനിക്ക് യുക്രൈൻകാരനാണ്. അപ്പോൾ ആംബുലൻസ് ഒക്കെ ഒന്നും ഇറക്കണ്ട. എന്നോട് സെക്കൻഡ് ഓഫീസറിന് സ്ട്രക്ചർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവരിറക്കണമല്ലോ, അൺകോൺഷ്യസ് ആണ്. ഞാനൊക്കെ ഓടിച്ചെന്ന് എവിടെയാണ് ജോയിൻ ചെയ്തിട്ട് 15 ദിവസമായിട്ടുള്ള ആൾക്കാരെ മേലൊക്കെ പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല. സ്ട്രക്ചറൊക്കെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടുവന്ന് ആളെ കെട്ടി ഇറക്കി. അപ്പോഴേക്കും ആളിങ്ങനെ ഉറങ്ങു പോയാണ്. ആർക്കും അവരവരുടെ ഡ്യൂട്ടി അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഗ്യാൻവ എന്ന സംഭവം ജസ്റ്റ് സ്റ്റെപ്പ് ഇടണം കരയിലോട്ടുള്ളത്. അതിട്ട് ടൈം ഓടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും ഒരുത്തൻ ഛർദ്ദിക്കണം. ആദ്യം ഫുഡ് ഛർദ്ദിച്ച്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അറ്റം പിടിച്ചിരിക്കണം സ്ട്രക്ചറിൻ്റെ. പിന്നെ ചോരയാണ് ഛർദ്ദിച്ചു. എൻ്റെ കയ്യിൽ ഫുള്ള് ചോരയാണ്. ഞാൻ എനിക്ക് 19 വയസ്സായിട്ട് ഓർമ്മ വേണം. ചോര ഛർദ്ദിച്ചിട്ടേക്കണം. എന്നിട്ട് അവസാനം ഇവനെ കയറ്റി ഇറക്കി ആംബുലൻസ് കയറ്റി. അത് ഞാനിങ്ങനെ നോക്കിയേക്കേണ്ട. അപ്പം നോക്കി മറ്റേ സാധനമില്ലേ അതൊക്കെ കുടിക്കണം. എന്ത് പണ്ടാറ് എൻ്റെ അകത്ത് മലയാളികളായിരുന്നു. ഇവൻ്റെ പേരെന്താണ്, ഏജ് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മയില്ല. എന്നുവെച്ചാൽ 15 ദിവസമായിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല. എന്നിട്ട് അവസാനം എന്നെ പിടിച്ച് മാറ്റിയിട്ട് അവൻ്റെ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. എന്താ കാരണം വെച്ചാൽ എൻ്റെ പേര് കഥയുണ്ട്. അവൻ്റെ പേര് സന്തോഷ് എന്നാണ്, അഡ്മിറൽ സന്തോഷ്. അത് കഴിഞ്ഞിട്ട് ആംബുലൻസ് പോയി ഇവനായിട്ട്. ആംബുലൻസ് പോയിട്ട് ഞാൻ വിചാരിച്ചു തീർന്ന്, ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി ഇനി ഭയങ്കര സീനായിരിക്കും കപ്പലിൽ എന്ന് പറഞ്ഞിട്ട് കുറേ അറബികളും കുറേ ആൾക്കാരൊക്കെ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് കപ്പൽ AC വർക്ക് ചെയ്യണില്ല, എല്ലാം അവിടെ ഇവിടെ കീറുന്ന ഒച്ചയും കാര്യങ്ങളൊക്കെ. കപ്പൽ എന്നിട്ട് ലോഡ് ചെയ്തിട്ട് നങ്കൂരിട്ടിട്ട് ഈ ആശുപത്രി പോയ ആൾക്കാർ തിരിച്ചു വന്നു, എന്നാലേ കപ്പൽ പോകുള്ളൂ. അപ്പം ഞങ്ങൾ ആൾക്കാരെ നോക്കിക്കണം. അപ്പം ബോട്ട് വന്ന് അടുപ്പിച്ച്. അപ്പം 2 EBകളാണ് ഹോസ്പിറ്റലിൽ പോയത്. ഒരാൾ തിരിച്ചു വന്നുള്ളൂ, മറ്റാളെ എവിടെയെന്ന് വെച്ചപ്പോൾ അയാൾ മരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയണ ഇയാൾ മരിച്ചെന്ന്. കാരണം എന്ന് വെച്ചാൽ പൊട്ടാസ്യം എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് ഇൻക്രീസ് ചെയ്ത് ചൂട് കാരണം. ഡീഹൈഡ്രേഷൻ കൂടുതലായാൽ പൊട്ടാസ്യം ഇൻക്രീസ് ചെയ്യും. അപ്പം അൺകോൺഷ്യസ് ആവും. പക്ഷെ ആൾ മരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. ആൾ ഛർദ്ദിക്കുമ്പോൾ ഇവിടെ ചോക്കാം. ഇത് ഫസ്റ്റ് എയ്ഡ് മേരാക്ക് കൊടുത്തില്ലെങ്കിൽ, അപ്പം നമ്മൾ ഇവിടെ ആയാലും ഇത് ചോക്കായി മേരാക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ലെങ്കിൽ ഫുഡ് ഐറ്റമൊക്കെ നമ്മൾ ഉള്ളിൽ പോകും. ലങ്സിൻ്റെ ഉള്ളിൽ സംഭവം വെള്ളവും ഫുഡ് ഐറ്റം കയറിയിട്ട് പിന്നെ ഛർദ്ദിക്കണം ചോരയിൽ. ലങ്സിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ആൾ മരിച്ചത്. പൊട്ടാസ്യം ഇൻക്രീസ് ചെയ്തത് അതും വേറൊരു കാരണം. കറക്റ്റായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഒരാൾക്ക് അറിയില്ലായിരുന്നു ആ ടൈമിൽ. അതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു കപ്പലിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇറാനി ക്യാപ്റ്റൻ ഒന്ന് ഇയാളൊക്കെ പറഞ്ഞു വിട്ടു, പുതിയ ക്യാപ്റ്റനെയൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കപ്പലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടുകാരോട് അച്ഛനറിയാം, എപ്പോഴും നമുക്കറിയില്ല. അമ്മ ഇതൊക്കെ ഒന്ന് പറഞ്ഞവരയച്ചു നോക്കിയേ. എൻ്റെ ആദ്യത്തെ കപ്പൽ എനിക്ക് 19 വയസ്സ്. എന്നിട്ടും കുറേ പേര് ഈ ഇൻസിഡൻ്റ് ഒക്കെ കണ്ടിട്ട് വീട്ടിൽ പോയി. പക്ഷെ എനിക്ക് പോകാൻ പറ്റും. ഞാൻ 2 ലക്ഷം രൂപ കൊടുത്ത് വന്നേക്കല്ലേ, ഞാൻ പിടിച്ചു 9 മാസം അവിടെ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം അല്ലേ. 19 വയസ്സിൽ എൻ്റെ അമ്മോ, ഇതുപോലെ അന്ന് തുടങ്ങിയതാണ് അംഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എനിക്ക് പ്രൊമോഷൻ എടുത്ത് ദുബായത്തിന് ഏറ്റവും അവസാനം ഒരു മലയാളി ക്യാപ്റ്റൻ വന്നു. ഇപ്പോൾ റൗണ്ട് ക്യാപ്റ്റൻ അഗസ്റ്റിൻ സാറ് തിരുവനന്തപുരത്തുള്ള പുള്ളി എൻ്റെ വർക്കൊക്കെ കണ്ടിട്ട് പുള്ളി എനിക്ക് പ്രൊമോഷൻ തന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ലൈസൻസും എഡ്യൂക്കേഷൻ ഇല്ലാത്ത കാരണം എനിക്ക് വേറെ കോഴ്സ് ചെയ്യണം. എനിക്ക് ആ ലെറ്റർ മാത്രം കിട്ടി. എന്നിട്ട് ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ട് എനിക്ക് ചീഫ് കുക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഞാൻ സൗദിയിൽ പോയി. രണ്ടാമത്തെ കപ്പലൊക്കെ സൗദിയിലായിരുന്നു. സൗദിയിലൊക്കെ എൻ്റെ പെണ്ണടിയ 6 മാസം കോണ്ടാക്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. 6 മാസം കപ്പലിൽ തന്നെ. അവിടുത്തെ റൂൾ അതാണ്, പുറത്തേക്ക് വിടില്ല. ഒരു ചെറിയ DP ബസ്സിലായിരുന്നു. ഹലൂൽ കേട്ടിട്ടുണ്ട്, മീൻസ് അറാംകോ എന്ന് കേട്ടിട്ടുണ്ട്. അറാംകോ എന്ന് പറഞ്ഞാൽ നമ്മുടെ UAE ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലും ഗ്യാസൊക്കെ കുഴിച്ചെടുക്കുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് അറാംകോ. അപ്പോൾ അങ്ങനത്തെ രാജ്യത്ത് ഇപ്പോൾ സൗദിയിൽ ഇങ്ങനത്തെ ഈ കമ്പനി വന്നുണ്ടെങ്കിൽ അവിടുത്തെ പൗരന്മാർക്ക് ജോലി കൊടുക്കണം. അങ്ങനെ കുറേ സൗദി കാട്ടറബികൾ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയണവന്മാരെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ പണിയെടുക്കണ്ട. ഇവന്മാർക്ക് ഇപ്പോൾ ഒരു എബിയുടെ പൊസിഷനിലാണ് വന്നത്. ഒരു ഇന്ത്യൻ എബി $1,500 ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് $3,000 സാലറി. ഇവന്മാർ പണിയെടുക്കണ്ട, ഇവന്മാർ അവിടെ നിന്നാൽ മതി. അത്രയും സാലറി ചുമ്മാ നിന്നാൽ മതി. ക്യാപ്റ്റൻ ഒരാളെയും പേടിയില്ല. എനിക്കായിരുന്നു പണി.
ഞാൻ അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇവന്മാര് വലിയ ചെമ്പലിനെയൊക്കെ പൊക്കും. റിഗിന്റെ അടുത്ത് പോയി സ്റ്റാൻഡ് ബൈ കിടക്കുന്ന കപ്പലാണെങ്കിൽ DPSൽ ചെമ്പലിനെയൊക്കെ പൊക്കിയിട്ട് ഇവന്മാര് ഇത് ക്ലീൻ ചെയ്തിട്ട് കറി വെച്ച് ഞാൻ കൊടുക്കും. എൻ്റെ പണിയായിരുന്നു. ഇവന്മാർ ഇന്ത്യൻ ഫുഡ് കഴിക്കൂല. എന്നിട്ട് അവസാനം ഞാൻ ആദ്യമൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഇവന്മാരൊന്ന് ചെയ്യും. അടിപൊളിയായിട്ട് അറബിക് മസാലയൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ്. പക്ഷേ ഇവന്മാർ രാത്രിയും പകലും എല്ലാം കിച്ചണിലുണ്ടാവും. പക്ഷെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കിച്ചണിൽ എന്ത് പറ്റിയാലും ഫയർ ആയാലും ഉമാർക്ക് തുറന്നു കൊടുക്കണം. എൻ്റെ അവസാനം ഒരു ദിവസം ഞാൻ പൂട്ടി ഉമാരെ അലങ്കോലാക്കി ഇടണ കാരണം ഉമാര് പിറ്റേ ദിവസം വന്ന് എന്താണ് നീ പൂട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറയാം അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാ ഉത്തരവാദി. ഇനി നീ പൂട്ടിയാലും നിന്നെ അറുത്തളയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ക്യാപ്റ്റനോട് പോയി പറഞ്ഞു. ക്യാപ്റ്റൻ ഈജിപ്തിനായിരുന്നു. അവന്മാരെന്തെങ്കിലും കാണിക്കട്ടെ, നീ എന്താന്ന് വെച്ചു പറഞ്ഞു. അവന്മാരാ അവിടെ കഥ വെച്ചാൽ സൗദി ഇപ്പോൾ വരുമാര് അവന്മാരൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്യാപ്റ്റനായാലും അവന്മാർ അവിടെ വരുന്നു, എൻജോയ് ചെയ്യുന്നു, സാലറി വാങ്ങിച്ച് പോകുന്നു. ഇതാണ് അവന്മാരുടെ പരിപാടി. അതുപോലെ തന്നെ ഒരുപാട് രാജ്യത്ത് അങ്ങനെ ഉണ്ട്. ഓയിൽ ഏറ്റവും ഡേഞ്ചർ ഏരിയ ഏതാണ്? ഏറ്റവും ഡേഞ്ചർ ഏരിയ എന്ന് വെച്ചാൽ ഡ്രീക്ക് പാസേജ് എന്നൊരു പാസേജ് ഉണ്ട്. അന്റാർട്ടിക്കയും ചില്ലി ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പാസേജാണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ പാസേജ്. അതിലൂടെ കടക്കണത് ഭയങ്കര റിസ്ക്കാണ്. എന്താണ് അവിടെ എന്ന് വെച്ചാൽ അവിടെ പസഫിക് ഓഷനും അന്റാർട്ടിക് ഓഷനും തമ്മിൽ മുട്ടണ ഒരു സംഭവമുണ്ട്. പ്ലസ് ആ ഒരു ഏരിയയിൽ ഭയങ്കര കറണ്ടാണ്. ഒരു ചെറിയ പാസേജാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭയങ്കര വേവ്സും കാര്യങ്ങളും പ്രഷറും വിൻഡും എല്ലാം ഉണ്ട്. അവിടെ കുറേ പണ്ട് തന്നെയുള്ള കുറേ കപ്പലുകൾ അവിടെ മുങ്ങിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഈ റഫ് വെതറിൻ്റെ ഇപ്പോഴും ഉണ്ടാവണത്. ബാക്കിയെല്ലാം കാലാവസ്ഥ രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് മെയിൻ സംഭവം. ഈ ബർമുഡ ഞാൻ പറഞ്ഞത് അതൊന്നുമില്ല, ഒന്നുമില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര സംഭവം യൂട്യൂബിലൊക്കെ വെറുതെ പിരിപ്പിച്ചിട്ടേക്ക് ഒരു മങ്ങാത്തൊരില്ല. ഞങ്ങൾ അതിൽ കൂടെ ഇടക്കിടക്കൊക്കെ പോലെയാണ്. ബർമുഡ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ കാലിഫോർണിയ, ബഹാമാസ് എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്, പിന്നെ പനാമ, പിന്നെ വേറെ ഐലൻഡ് ഉണ്ട്. ഇത് മൂന്നും കൂടി കൂട്ടി മുട്ടിച്ചേക്കാണ് ഒരു ബർമുഡ ട്രയാങ്കിൾ. മനസ്സിലായ? അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ഈ ആ ഒരു ഏരിയ. അതിലേ കൂടി ഞങ്ങൾ പോയിട്ടുണ്ട്. പ്രാവശ്യമുണ്ട്. ഒരു കുഴപ്പമില്ല. അതെന്ന് വെച്ചാല് പണ്ട് കുറെ കപ്പലുകൾ അവിടെ കാണാണ്ടായിട്ടുണ്ട്, കുറെ ഫ്ലൈറ്റുകൾ കാണാണ്ടായിട്ടുണ്ട്. അതൊക്കെ വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുമില്ല, ഞങ്ങ ഇമേജ് മാറ്റി തന്നു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്.